ഒരു ഹോട്ട് സബ്ജക്റ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ നിൽക്കുന്ന സമയവും സ്ഥലവും ഒരു സാഹചര്യം ഞാൻ നോക്കുന്നില്ല, ഞാൻ എടുത്ത് ഇടുകയാണ്, വീഡിയോ ചെയ്യാണ്. കാരണം ഇതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ കുറേ ആൾക്കാർ ഇല്ലാത്തതും ഉള്ളതും ആക്കിയിട്ട് കുറേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ, അത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഇനി അത് ഇപ്പൊ ഈ ടോപ്പിക് എന്നുള്ളത് ഞാൻ പറയട്ടെ. അപ്പോൾ 20-ാം തീയതി, അതായത് മറ്റന്നാൾ ഫെബ്രുവരി 2025 ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2019 ഫെബ്രുവരി 14 അപ്പൊ ഏകദേശം ഒരു 6 വർഷമായി. 6 വർഷമായി ഇതായിട്ട്. അപ്പൊ ഈ 6 വർഷത്തിന്റെ ഇടക്ക് ഇവർ അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് ഇന്നോവേഷൻസ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതുകൊണ്ട് തന്നെ ഇതൊരു നമ്പർ 1 സംഭവമാണ് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്ന വെച്ചാല്, നമ്മളെ പറയാം, ലോകത്ത് തന്നെ ആദ്യമായിട്ട് മൊബൈൽ ഫോണിൽ കിട്ടുന്ന കുറച്ച് ക്രിപ്റ്റോ കറൻസി, അതായത് മൊബൈൽ ഫോണിൽ നമ്മൾ മൈന് ചെയ്ത് കിട്ടിയ ക്രിപ്റ്റോ കറൻസി, അതായത് ഡിജിറ്റൽ കറൻസി. ഇനി വരാൻ പോകുന്ന കാലം അത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ കറൻസി, നമ്മൾ നോട്ടുണ്ടല്ലോ, നോട്ട് ബാങ്ക് സിസ്റ്റത്തിൽ ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെയും കൂടി ആകുമ്പോൾ ഇത് പക്ക ഫ്യൂച്ചറാണ്, ഒരു ഡൗട്ടും വേണ്ട. ഇന്നിപ്പം പ്രായമായ ആൾക്കാരുണ്ട്, അവർ നോക്കി നിൽക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മളെ ഏജുള്ള ആൾക്കാരുണ്ട്, ഏജ് കുറഞ്ഞ ആൾക്കാരുണ്ട്, നമ്മളെ മക്കളുണ്ട്. ഇനി അവരുടെ കാലത്തായിരിക്കും ഇത് ഫുള്ളതായിരിക്കും. കാരണം നമ്മൾ പണ്ടറിയാം ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അരി കൊടുക്കുന്നത്, പഞ്ചസാര മേടിക്കുന്നത്, എന്നിട്ട് പഞ്ചസാര വേറെ കൊടുക്കുന്നത്, ചായപ്പൊടി മേടിക്കുന്നത്, അങ്ങനെയായിരുന്നു ഫുള്ള് സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ഈ ചരിത്രം ഞാൻ അധികം പറയുന്നില്ല, എങ്ങനെ കറൻസി ഉണ്ടായത് അത് നമുക്കറിയാം. ഈ ബാർട്ടർ സിസ്റ്റം മാറിയിട്ട് നാണയങ്ങളായി, സിൽവർ കോയിന്, ഗോൾഡ് കോയിന്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് കൊള്ളക്കാര് തട്ടിപ്പറിക്കുന്ന പറഞ്ഞൊരു സ്ഥിതിയുള്ളവരോ, യാത്രയിൽ നടക്കുന്നവരോ, അത് സൂക്ഷിക്കുന്നവരോ ഒരു റെസീറ്റും കൊണ്ടുപോകുമല്ലോ. ആ റെസീറ്റാണ് പിൽക്കാലത്ത് നോട്ടായിട്ട് മാറിയത്, കറൻസി ആയിട്ട് മാറിയത്, അല്ലെ? അപ്പൊ ഇനി ഞാൻ പറഞ്ഞുതരാം ഈ പൈക്കോയിനെ പറ്റി പറയാന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നോക്കിട്ട് പറയാട്ടാ. അപ്പോ ലോകത്ത് തന്നെ ആദ്യമായിട്ട് മൊബൈല് മൈന് ചെയ്യുന്ന കോയിന് ഇത് 6 വർഷമായിട്ടുണ്ട്. ഒരുപാട് ഇന്നോവേഷൻസും മൈനിങ്ങിലുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വേറൊരു കാര്യം, ഇതുണ്ടല്ലോ, ഇത് ബിറ്റ് കോയിനെ മറികടക്കുന്നല്ലോ, ഓൾറെഡി മറികടന്നത്. ഇതിന്റെ അത്രക്ക് ഫങ്ഷൻസ് ഉണ്ട്. ആരടുത്ത് ഉണ്ടെങ്കിൽ നല്ലോണം ഹോൾഡ് ചെയ്ത് വെക്കുക, അങ്ങനെ വിറ്റ് തീർക്കല്ല. കാരണം ഇതിന്റെ സ്റ്റോറി ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്പർ 1 ആകുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് KYC. ഇത് സ്റ്റാർട്ടിങ് തന്നെ KYC എന്താ നിങ്ങൾക്ക് അറിയാലോ, നോ യുവർ കസ്റ്റമേഴ്സ്. നമ്മൾ ആർക്ക് കൊടുക്കുന്നു, ആര് വാങ്ങുന്നു, അങ്ങനെയുള്ളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് തീവ്രവാദത്തിന് എതിരെ ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഫുള്ള് ഡാറ്റ ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. ബിറ്റ് കോയിൻ എല്ലാം ഇറങ്ങിയ സമയത്ത് അങ്ങനെ കുറെ തീവ്രവാദത്തിനും, പിന്നെ അതുപോലെ തന്നെ നമ്മളെന്താ പറയാ, കള്ളപ്പണം വെളുപ്പിക്കാനൊക്കെ ഈ ബിറ്റ് കോയിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെ നടക്കൂല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവം ഞാൻ പറയാൻ വന്ന ഒരു ക്രിപ്റ്റോ കറൻസി ചെയ്തിട്ടില്ല. KYB അറിയോ, നോ യുവർ ബിസിനസ്. നമ്മളിപ്പോ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒത്ത് നടക്കാൻ പോവാണ്. നടന്നിട്ടുണ്ട്, ഒരുപാട് നടന്നു. ഇനിയിപ്പോ അത് നോ യുവർ കസ്റ്റമേഴ്സ്. ഇത് ഈ കോയിൻസ് ഡിജിറ്റൽ കറൻസി ആയിട്ട് കണക്ട് ആയത്. നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യും, ഇപ്പോ ഞാനിപ്പോ ഒരു ഗിഫ്റ്റ് ഷോപ്പിലുള്ളത്, ഞാൻ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാണ്, നോ യുവർ ബിസിനസ് എന്ന് പറയുന്ന സംഭവത്തിൽ രജിസ്റ്റർ ചെയ്യാണ്. അപ്പോ കസ്റ്റമേഴ്സ് വരും, ഈ പൈക്കോയിൻസ് ഉള്ള ആൾക്കാർ നമ്മളടുത്ത് വരും. നമ്മളടുത്ത് ഇതേപോലത്തെ, ആക്ച്വലി ഇതൊരു ബൊമ്മ വാങ്ങാണ്. ബൊമ്മ വാങ്ങിക്കഴിഞ്ഞാല് അവര് കോയിൻസ് ഇതില്ല മൊബൈലുള്ളത്. ഇപ്പോ നമ്മൾ ആ പൈ ആപ്പ് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നില്ല, സെയിം അതേപോലത്തെ സിസ്റ്റം ആണ് ഇതിൽ. അതിനെക്കാട്ടും ഒരുപടി മുന്നിലുള്ളത്. ഏത്, നമ്മളെ പൈക്കോയിന്റെ വാലറ്റ് നമുക്ക് അയക്കാൻ പറ്റും, വാങ്ങാൻ പറ്റും, എങ്ങനെ സ്കാൻ ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ മാനുവലായിട്ട് നമുക്ക് വാലറ്റിലേക്ക് അയക്കാം, ഏതൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്കും അയക്കാം. അങ്ങനെ ഒരുപാട് സെറ്റപ്പാ സ്പോട്ടിൽ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് ഏറ്റവും ലെസ് ഗ്യാസ് ഫീ ആണ് ഇതിലുള്ളത്, ഏറ്റവും ലെസ് ആയിട്ടുള്ള ഗ്യാസ് ഫീ ആണ്. ഇപ്പം നമ്മള് ബിറ്റ് കോയിനെ പറ്റിട്ട്
നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്യാസ് ഫീ വളരെ കൂടുതലാണ്, ഗ്യാസ് ഫീ. അപ്പോ ഇത് രണ്ട് കാര്യത്തിൽ ഇവർ ബിറ്റ് കോയിനെ സ്റ്റാർട്ടിങ് തന്നെ പിന്നിലാക്കി കഴിഞ്ഞു. ഒന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് ഫീ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിന് പോലും ഇല്ല നോ യുവർ ബിസിനസ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, പിന്നെ അടുത്തത് ഇതിന്റെ ട്രാൻസാക്ഷൻ വളരെ ഫാസ്റ്റ് ആണ്. ഇനിയിപ്പോ ബിറ്റ് കോയിനായിട്ട് വീണ്ടും താരതമ്യപ്പെടുത്തുന്ന നേരം ബിറ്റ് കോയിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ വളരെ ഡിലേ ആണ്. അതിനനുസരിച്ച് ഇതിന്റെ ട്രാൻസാക്ഷൻ വളരെ സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പറയാം, ബിറ്റ് കോയിനാക്കിട്ട് 120 ടൈംസ് ഫാസ്റ്റർ ദാൻ ബിറ്റ് കോയിൻ. ഞാൻ എല്ലാം ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. 5 സെക്കൻഡ്സിൽ പെർ ബ്ലോക്സ് ആകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സെക്യൂർഡ് ആണ്. അതിൽ നമുക്കൊരു ഫാസ്റ്റ് ഫോറസ്റ്റ് കിട്ടും. 24 വേർഡ്സിന്റെ ഒരു താക്കോൽ എന്ന് പറയാം. ആ ഒരു കീ സൂക്ഷിക്കുന്ന ഖജനാവിന്റെ താക്കോല്, സിമ്പിൾ ആയിട്ട് വാക്കില് ഫാസ്റ്റ് ഫ്രേസ്. ആ 24 വേർഡ്സ് ഉള്ള അത് നമ്മൾ ആർക്കും കൊടുക്കാതെ, ആർക്കും നമ്മളെ കോയിന് നമുക്ക് ആരും കൊടുക്കാൻ പറ്റില്ല. ഇൻ കേസ് നമ്മൾ ആ കോയിന് മറന്നുപോയി കഴിഞ്ഞ് ആ ബ്ലോക്കാ, നമുക്ക് പോലും എടുക്കാൻ പറ്റില്ല. അത്രക്കും സുരക്ഷിതമാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് ഇതിനെ വെറും ഫ്രീ ആയിട്ട് മൈൻഡ് ചെയ്യുന്ന മാത്രമല്ല, ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ 2 തരം നോട്ട്സ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നോട്ട്സ്, സൂപ്പർ നോട്ട്സ് 2 ലക്ഷം, അതാണ് ഓൾ ഓവർ ദ വേൾഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഫുൾ എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് മസ്റ്റാണ്. ക്രിപ്റ്റോ കറൻസി വിജയത്തിന് അത് ചെയ്യുന്നുണ്ട് കേട്ടോ, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 ഇതിലായിട്ടാണ്, സ്റ്റേജിലൂടെയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഓപ്പൺ മൈൻഡ് നെറ്റിലേക്ക് പോകുന്നത്. ഒന്ന് പറഞ്ഞാൽ ബാറ്റ എന്ന് കഴിഞ്ഞിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ടെസ്റ്റ് നെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ എൻക്ലോസ്ഡ് മൈൻഡ് നെറ്റ്. അതായത് നമ്മൾ ക്ലോസ് ആയ സമയത്ത് തന്നെ ഇന്റർണൽ ആയിട്ട് പൈ ടു പൈ ട്രാൻസാക്ഷൻ ചെയ്യാം, സാധനം വാങ്ങുക, ഈ പൈ കോയിന് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ. അത് കഴിഞ്ഞ് ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഓപ്പൺ മൈൻഡ് നെറ്റ്, അതായത് മറ്റന്നാള് 20-ാം തീയതി. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയാം, കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും വലിയ ഇതിന്റെ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത്. അത്രക്കും ബിലീഫ് ചെയ്യുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി പൈക്കോയിൻ വെച്ചിട്ട്. കാരണം അത്രക്കും നല്ല കോയിനായത്, അത്രക്കും ഇതാണ്. അതിന് ഈ ഒരു കമ്മ്യൂണിറ്റി ലോകത്ത് വേൾഡ് വൈഡിൽ എത്രയോ സ്ഥലത്ത് ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. വെറുതെ മീറ്റിംഗ് കൂട്ടിയിട്ട് സംസാരിച്ചല്ല. ഇവർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർ ഓരോ പ്രോഗ്രാം നടക്കുന്ന സമയത്തും പല സാധനങ്ങളും വെക്കും. കാറ് വിറ്റിട്ടുണ്ട്, ബൈക്ക് വിറ്റിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അരി, പഞ്ചസാര, ഷുഗർ, ഇങ്ങനെ എല്ലാ സാധനവും ബാർട്ടർ സിസ്റ്റം. അവർ പൈക്കോനെ കൊടുക്കാണ്, സാധനം വാങ്ങാണ്. അപ്പൊ അതിന്റെ പ്രൈസ് നിങ്ങൾ ഏത് പ്രൈസിലാണ് കൊടുക്കുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. ആ പ്രൈസിലാണ് നമുക്ക് അതിലൂടെ ട്രാൻസാക്ഷൻ ചെയ്തത്. 3,17,500 $314,519 $519 ഇവർ കൈമാറ്റം ചെയ്തത്, ബാർട്ടർ സിസ്റ്റം നടത്തിയത്. ഇനിയിപ്പം ഇതൊരു വലിയൊരു ഇതാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വേറെ സംഭവം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് ഇതും വേറൊരു ആപ്പിലും ഇല്ല എന്നുള്ള 100% പറയാം. ഇവര് പറഞ്ഞത് 100 ആപ്പുകൾ, 100 ആപ്സുകൾ ഇതിന്റെ ഓപ്പൺ മൈൻഡ് നെറ്റിന്റെ സമയത്ത് അവർ ഇറക്കുന്ന പറഞ്ഞത്. പക്ഷെ 80 ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. ഇനി 20 അതറിയില്ല, നമുക്ക് നോക്കാം. ഇനി വഴിയെ നമ്മൾ എന്തൊക്കെ കാണുന്ന അതേപോലെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ അത് വേറൊരു ആപ്പിലില്ല എന്ന് പറയാം. കാരണം എന്താ വെച്ചാല് എക്സാമ്പിൾ 80 ആപ്പിനെ പറ്റി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ 80 ആപ്പുകളിൽ ഞാൻ പറയാം, ഗൂഗിൾ മാപ്പ് പോലെ ഇതിന് പൈ മാപ്പ് ഉണ്ട്. ആ പൈ മാപ്പില് നമ്മള് ഈ ഷോപ്പുകൾ ഓൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് 57,000 ഷോപ്പുകളാണ്, ബിസിനസ്സുകളാണ് ഇതിലോട്ട് ഓൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്തത് വേൾഡ് വൈഡ്. ഇനി ഓപ്പൺ മൈൻഡ് ആയിട്ട് പോലില്ല. നമ്മൾ ആ മാപ്പിലൂടെ ഏതൊക്കെ ഷോപ്പുകളാണുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സംഭവം എക്സാമ്പിൾ ഒന്ന്. പിന്നെ അത് ഒരുപാട് ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ ഓൺലൈൻ ഷോപ്പിംഗ് മോൾസ് ആണ്, അതിലൂടെ നമ്മൾ ഈ കോയിൻസ് വെച്ച് നമ്മൾ സാധനം വാങ്ങാം. ഓക്കെ, പിന്നെ ഇതിൽ ടോട്ടൽ 70 മില്യൺസ് യൂസേഴ്സ് ഉണ്ട്. പക്ഷെ 70 മില്യൺസ് ഒന്നും ഇത് കോയിൻസ് വരാനുള്ള ഒരുവിധ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാല് ഇതൊരു സില്ലി കോയിനാന്ന് വിചാരിച്ച ആളുകള് അവര് ഇതിൽ നിന്ന് ഔട്ടാവും. കാരണം ഈ മാസം ലാസ്റ്റാണ് അവർ കൊടുത്തത്. എങ്ങനെ ഇനിയിപ്പോ നീട്ടോ ഇല്ലെന്ന് അറിയില്ല. എന്നുവെച്ചാല് നമ്മൾ ഈ മൈഗ്രേറ്റ് ആവാത്ത കോയിൻസ്, അതായത് KYC ചെയ്യാത്ത ആൾക്കാർ, ഇതിന് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ,
ഒക്കെ ഔട്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ വാലറ്റ്, ഇതിന്റെ ഫാസ്റ്റ് പ്രൈസ് മറന്നുപോയ ആൾക്കാർ, പിന്നെ ഇതിൽ ഒരുപാട് പേര് ഹാക്ക് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല മൂല്യമുള്ള കോയിൻസ് ആണ് അത്. ഇത് ഹാക്കായ ആൾക്കാരും ഔട്ടാവും. കാരണം എന്താ പറയാ, ഇത് 24 വേർഡ്സ് ഹാരിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഓപ്പൺ ആക്കിയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ തെറ്റ് പൂർണ്ണമായ ഉത്തരവാദി ഇതിന്റെ അതാത് ഓണർമാരാണ്. അവർ കൊടുത്തിട്ട് ഇതായി. ഇനി സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഈ കോയിന് വരികയാണ്. ഇതിന്റെ പ്രൈസ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാനിപ്പോ അതിനെ ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്ന നേരം ചിലപ്പം $1 താഴെയാകാം, അല്ലെങ്കിൽ $2 മുകളിലാക്കും, $2.5 മുകളിലാകും. എന്നാ അങ്ങനെ ആയിരിക്കും. ചിലപ്പോ 50 പോവും, 100 പോവും, 1000 പോവും, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കണ്ട ഇതിലെന്ന് വെച്ചാല് നമ്മളെ പൈബ്രിഡ്ജ് എന്ന് പറഞ്ഞ ആപ്പില് $2.5 ഇപ്പൊ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പൈബ്രിഡ്ജില് ക്ലോസ്ഡ് മൈൻനെറ്റ് തന്നെ അത് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ $2.5 ഇപ്പം കാണിക്കുന്നത്. ഇപ്പൊ ഓക്കെ എക്സ്ചേഞ്ചിൽ അത് വരുന്നുണ്ട്, പിന്നെ അത് ബിറ്റ്കെറ്റിൽ വരുന്നുണ്ട്, പിന്നെ ട്രസ്റ്റ് വാലറ്റിൽ വരുന്നുണ്ട്, പിന്നെയും കുറെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ വരുന്നുണ്ട്. ബൈനാൻസിൽ ഒരു അറിയിപ്പും വന്നിട്ടില്ല, വരും എന്നുള്ളതാണ് വിശ്വാസം. ഇനി ഇതിനെ പറ്റിട്ട് ഇതിന്റെ ഒരു ഫിയാറ്റ് കറൻസി ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടത്. അതും നമുക്ക് അറിയില്ല, കാണാം, നമുക്ക് വേണ്ടത് വെച്ച പോലെ കാണാം. ഇതില് സ്റ്റാർട്ടിങ് തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ട് എന്നല്ല പറഞ്ഞത്. 10 ലക്ഷത്തിലധികം 10 മില്യണിലധികം, അതായത് 1 കോടിയിലധികം KYC ചെയ്ത ആൾക്കാരാണ്. ഏകദേശം 1.5 കോടിയിലധികം ആൾക്കാർ ഇത് കോയിന് മൈഗ്രേറ്റ് ആയിട്ട് അവർ വാലറ്റിൽ വീണിട്ടുണ്ട്. എന്നാലും ഈ ലോക്ക്ഡ് കോയിൻസ് ഉണ്ട് ഒരുപാട്. ഏറ്റവും കൂടുതൽ കോയിൻസ് ലോക്ക് ആയിട്ടുള്ളത്, ലോക്കായി കഴിഞ്ഞാൽ അധികം കോയിൻസ് കിട്ടും. അപ്പൊ അതൊന്നും ഈ മാർക്കറ്റിൽ ഇപ്പം വരൂല. ഇപ്പം വരുന്നത് കുറച്ച് കോയിൻസ് ആയിരിക്കും. ആ കുറച്ച് കോയിൻസിന് ഇപ്പൊ എന്ത് പ്രൈസ് വരും എന്ന് അറിയില്ല, കാണാം. പക്ഷെങ്കിൽ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതും കൂടി ഞാൻ പറയുന്നതാണ്. കഴിയുന്നതും ആരും ഇത് കൊടുക്കാതിരിക്കും. ഇൻ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പൈ ടു പൈ എന്നുവെച്ചാല് ഇങ്ങനത്തെ പൈനീഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാം. ഇനി വില കുറഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് കൊടുത്താൽ അവർ റെഡിയാണ്. ഒരുപാട് പേരുണ്ട് ഈ എക്സ്ചേഞ്ച് വഴി സെല്ല് ചെയ്യുന്നതിനെക്കാട്ടി. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിവിലുള്ള ഡയറക്റ്റ് വാട്സപ്പിലോ അവിടെ ഇവിടെയോ വല്ല പൈ കോയിൻസ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങുക, കൊടുക്കുക. ഒരു കാര്യം മാത്രം നോക്കുക, ജെന്യൂനായ ആളുകൾക്ക് മാത്രം കൊടുക്കുക, വാങ്ങുക. അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. നിങ്ങളെ ജീവിതം, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ഒരു വീട് വെക്കുക, കാറ്, അല്ലെങ്കിൽ ബിസിനസ്, ലക്സറി ലൈഫ്, എന്തെങ്കിലും, അത് ഇതിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്? ക്ഷമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ ഇത്ര കാര്യം പറഞ്ഞല്ലോ. ഇതൊന്നും വലിയ വലിയ കോയിൻസ് ആയ ബിറ്റ് കോയിനോ ഇത്തേരിയത്തിലോ സൊലാനയിലോ ഇല്ല. ഈ കോയിൻസ് അത്ര സവിശേഷത, അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബൈ.